നോക്കിയ ദിഗംബരിൽ കുറച്ച് വെളുപ്പിക്കോ, കുറച്ച് മുടിയൊക്കെ ഒതുക്കാൻ പറ്റുമോ? ഇൻട്രോയിലുള്ള മെയിൻ ആളായി എന്നോട് അയ്യോ മാറ്റി മാറ്റി. ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് അവർ വ്ളോഗ്. വ്ളോഗിന് പേര് വെച്ചാൽ നമ്മുടെ 8:30, അതായത് നമ്മുടെ പ്രൊജക്ട് ടൈമിൽ 8:30 to 4 നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കുറെ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല, 2 മിനിറ്റ് കൊണ്ട് വ്ളോഗ് തരും, കാരണം ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ വ്ളോഗ് ഉണ്ടാവാനാ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വെച്ചു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കുറേ പേര് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ പേര് എനിക്ക് വീഡിയോസ് വീഡിയോ നല്ലതായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ ഭയങ്കര നന്ദി പറയുന്നു, താങ്ക്സ് പറയുന്നു. ഹായ് ഗൈസ്, കുട്ടൂന് ഭയങ്കര പരാതിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. കുട്ടൂനെ എയറിലാക്കി. കുട്ടൂരുടെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 300 പേര് കണ്ട വീഡിയോയിൽ എയറിലാക്കി. 300 പേരെ കണ്ടിട്ടുണ്ട്. 300 പേര് കണ്ടാലും 300 പേര് കാണുന്ന വലിയ കാര്യമല്ലേ ഗൈസ്? ആകെ 300 കണ്ടുള്ളെങ്കിൽ 300 പേര് എയറിലാക്കി. കുട്ടൂനെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു ഗൈസ്. നിങ്ങളുടെ ഈ വ്ളോഗിൽ ഞാൻ കാണത്തില്ല. ഞാനല്ലോ ഇപ്പൊ ഇവിടുത്തെ മെയിൻ താരം. നെക്സ്റ്റ് ആളല്ലേ പരിചയപ്പെട്ടത്? ഓൾറെഡി എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിലെ എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, വെറുതെ പറഞ്ഞു. സാന്ദ്ര ഈ വ്ളോഗിൽ കൂടെ സത്യങ്ങൾ വിളിച്ചു പോകുന്നു. ഫാൻസ് വേറെ, ഫാൻസ് എന്ന് പറഞ്ഞാൽ ഫാൻസ് ആ വാക്കിൽ തന്നെ ഇല്ല നിമിഷ. നമുക്കിന്ന് ഒരു വെറൈറ്റിക്ക് നിമിഷം ഇറക്കണം. വെറുതെ പറഞ്ഞത്, ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല, സിംഗിൾ കുട്ടിയാണ്. ഒരു വ്ളോഗ് വരുമ്പോ ഞാനും സിംഗിളാ. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. നമ്മുടെ ക്ലാസ്സിൽ ഇത് അമേരിക്കൻ ഗേൾ അപ്പുറത്തിരിപ്പുണ്ട്. വെരി ഷൈ, പ്ലീസ് ഡോണ്ട് ടേക്ക് മൈ ഫോട്ടോസ് എന്നൊക്കെ പറയുന്നു. ഞാൻ വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക്. വ്ളോഗിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ 8:30 തൊട്ട് 4 മണി വരെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഉറങ്ങും, എഴുന്നേക്കും, കഴിക്കും, അറ്റൻഡൻസ് കൊടുക്കും, ഉറങ്ങും, ഫോൺ നോക്കുന്നു, വീഡിയോ കാണുന്നു, സിനിമ കാണുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. ഫോൺ നോക്കുന്നു, വീഡിയോ കാണുന്നു, സിനിമ കാണുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. എനിക്കൊരു പണിയില്ല, ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പരിപാടിക്കൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും കുത്തിയിരുന്ന ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എക്സൽ എങ്ങനെ മാറ്റും, എക്സൽ എങ്ങനെ ആഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കറിയില്ല, ആർക്കും എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ്. വ്ളോഗിന്റെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ 8:30 തൊട്ട് 4 മണി വരെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. പറയൂ സംഗീതത്തിൽ കോളേജിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടമല്ല, കോളേജിനെ പറ്റി എന്താ പറയാനുള്ളത്? കോളേജിൽ നീയുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, കോളേജിന് ഇഷ്ടമല്ല. അയ്യോ, കോളേജിന് ഇഷ്ടമൊന്നുമില്ല, കോളേജ് ഇഷ്ടമാണ്. എന്തോ എങ്ങനെ ഇത് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിയാടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, എന്റെ സ്കൂളിൽ ഞാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ജൂനിയർ ആയി. എന്റെ സ്കൂളിൽ എന്റെ ജൂനിയർ ആയിരുന്നു, കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയി, പിന്നെ എന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ് ആയി, പിന്നെ ഇപ്പൊ നെയ്ബേഴ്സ് ആയി, എന്തൊക്കെയോ ആയി. ആ ഒരു ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു യുവാവ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലെ ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആണ് ഗൈസ്. ഇവരുടെ ഒരു അപരതാണ്ടിരിക്കുന്നു ഗൈസ്. എന്നെക്കാട്ടിലും വലിയൊരു വ്ളോഗറാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ദേവികയ്ക്ക് ഒരു ചാനലല്ല, ഒരു യൂട്യൂബ് അല്ല, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ പേജിൽ ഇതുപോലത്തെ കുറേ ഹാപ്പി കണ്ടന്റ്സ് ഞാൻ വേണമെങ്കിൽ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ റിക്വസ്റ്റ് ആയിരിക്കും. ദേവികയുടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണ് ഗൈസ്. എന്റെ ഗ്രൂപ്പ് ഇതേ പോകുന്നു ഗൈസ്. അല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്. നീ വ്ളോഗ് എടുക്കുവാണെങ്കിൽ വ്ളോഗ് എടുത്തോളൂ എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് അവര്.
മടിയുള്ള ആൾക്കാരൊക്കെ ഇപ്പം വ്ളോഗിന് ആക്റ്റീവ് ആവാൻ തുടങ്ങി ഗായ്സ്. ഞാനും ദേവിക ചേച്ചിയും സ്നേഹം പിങ്കിയും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തീസിസ് ബുക്ക് ഫൈനലി ഞങ്ങളുടെ 1 വർഷത്തെ പ്രൊജക്റ്റിൻ്റെ തീസിസ് ബുക്ക് ഞങ്ങൾ മേടിക്കാൻ പോവാണ് ഗൈസ്. അത് പ്രിന്റ് എടുത്ത് അതിനി അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഈ ആൾക്കാരെ കൊണ്ട് കുറേ സൈൻ ചെയ്യിപ്പിക്കണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഇത്ര 1 വർഷം ഞങ്ങളുടെ 5th ഇയറിൽ ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ആ തീസിസ് ബുക്ക് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ വികാരം ഈ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന കോളേജിലൊക്കെ ആൾക്കാരൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോൾ മാളവികയുടെ ഷോ ആരോമൽ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. ഇതാണ് ആരോമൽ ചേട്ടൻ. മാളവികയാണെന്നുണ്ടെങ്കിൽ അവൾ ഡാൻസ് സ്റ്റുഡിയോൻ്റെ തൊട്ടപ്പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഷോ ഇറക്കുന്ന സമയത്ത് അവൾ ശരിക്കും റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യേണ്ട ബില്ല് അവളവിടെ വെച്ചിട്ട് മറന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തീസിസ് ബുക്ക് കയ്യിൽ കിട്ടിയത് പുതിയ ബുക്കിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ പിങ്കി മണത്തോണ്ടിരിക്കുക. എനിക്കത് സൈൻ ചെയ്യാ സബ്മിറ്റ് ചെയ്യാൻ മാത്രം. എന്നിട്ട് ബൈ ബൈ. കളറിന്റെ മധുരം കുറവാണ്. നീ കുടിച്ചിട്ട് എന്നോടാണ് മധുരമുണ്ട്. എനിക്ക് മധുരം മധുരം വേണം. അങ്ങനെ ഞങ്ങൾ സർബത്ത് കുടിച്ചുമ്പോൾ എന്തൊക്കെ ക്യാൻറ്റീൻ്റെ ഇവരിങ്ങനെ നിൽക്കുന്നു. ഇനി മാളവികയുടെ ഷോ കാണാൻ പോകുന്നുള്ളൂ. അവൾ ബില്ല് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വെറുതെ അവളെടുത്ത് ബില്ലൊന്ന് കാണിക്കുക, എമൗണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, GST ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബില്ലൊന്ന് കാണിക്കുന്നു പറഞ്ഞപ്പോൾ അവൾ തപ്പിയാണ് അവൾ മനസ്സിലാക്കിയത് ബില്ലില്ല എന്നുള്ളത്. അത് കണ്ടിട്ടുള്ള ഞെട്ടല്ല സുട്ടുവിൻ്റെയും നവലിൻ്റെയും ഒക്കെ കാണുന്നത്. സുട്ടുവാണെങ്കിൽ തലേ കൈയൊക്കെ വെച്ച് അയ്യോ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടണമെങ്കിൽ ആ ബില്ല് വേണം. അവൾ ആ ബില്ല് കൊണ്ട് കളഞ്ഞു എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബില്ല് പോയെന്ന് മനസ്സിലാക്കിൻ്റെ പ്രകടനമാണ് ഗൈസ് നിങ്ങൾ ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ ടു യു. ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ കഴിച്ചത്? ചോറ്, മോര്, തോരൻ, ഓംലെറ്റ്. ഇവർക്കിന്ന് ചോറ്, സോയ, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ. എൻ്റെ വയറെത്തിക്കട്ട് നിനക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സാണ് ഗൈസ് ഇവരൊക്കെ. വിരലെണ്ണാവുന്ന 5-6 ഉള്ളൂ. അതിൽ 3 ഗൈസ് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ പ്രത്യേകിച്ചൊന്നുമില്ല. നോർമൽ ഒരു തൊഴിലില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. സോണോട്ട് അത്രേ ഉള്ളായിരുന്നു. ഇനി കണ്ടന്റ് കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് കാണുന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ചായ കുടിക്കാൻ പോകുന്നതും കൂടെ അറിയാം. അതെ, നമ്മൾ കോഫി കുടിക്കാൻ കാരണം വേറെ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ്